ശരി സാർ, നാളെ രാവിലെ കാണാം. ഓ, രക്ഷപ്പെട്ടു. കിളവൻ ഇങ്ങോട്ടല്ല, യവനെ ഞാൻ ഇന്ന് ആടിയാടി വരുന്നവൻ. നീ എന്തിനായാലും ഇത് വഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നതല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. ജോലി എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. 2 കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക. പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാൾ എന്നെ തൂക്കാൻ നീ പറ്റില്ല. അങ്ങേരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുത്താ? എടുത്തു. എന്ത് ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലേ പതി. നീ ഒരു സ്മോളിങ് തന്നെ. സ്മോളൊന്നുമില്ല, എല്ലാം അങ്ങനെ കൂടി ചേർത്ത്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ? വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ? മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എട് വെള്ളവും ഗ്ലാസ്സും എട്. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല. എടാ ഇതാരുടെ വീടാ? ഊണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാക്കി. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാനിവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. പോറ്റി 82 രൂപയിലെ തരാനുള്ളത്. 100 രൂപ ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ, നമ്മുടെ 2 വൈരക്കല്ല് എടുത്ത് വെച്ച് പൊള്ളിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മുഖവും ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചൊവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപടപട. അല്ല, നീ കേക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, would you like to share some nice time with me and we'll go and enjoy the band, we'll come back and we'll share. എന്ന് വെച്ചാ ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ എത്ര കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കിലാ. അവൾ എന്നോട് പറയാണ്, hey handsome, I am going to take you with me. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഒരു 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ വീണ്ടും. എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാ. നീ എന്നെ നന്നായിട്ട് ഇത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികേയില്ല. ബിക്കോസ് യു ആർ എ പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച്
നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി കുരച്ച് നടക്കുന്നത് നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ ആന്റണി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തുറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങലക്കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി നീ ഇവിടെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി ഈ വയ്യാവേലും കൂടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കൊണ്ട് കളയാനത് പൂച്ച പറ്റിയല്ലോ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി. സൂക്ഷിക്കണേ, അകന്നു നിന്നാ മതി. എനിക്ക് വിശക്കുന്നു. മക്കൾ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടറേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. 2 ഐസ്ക്രീം. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ 2 പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവലി കണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ ലോ ലവൻ. വലിയ കയറി വന്നു. കളഞ്ഞ് എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി. എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഓട്ടോടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാ. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ, സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ഞാൻ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പെണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്? അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രം. എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാമോ? എടാ എച്ചി എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടാ.
തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന കൂടെ. ഇത് മുനിശാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും. കളറ് പടവ് പതിഞ്ഞിരിക്കണല്ലേ. കോട് കോട്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ എടി വെക്കടി അവിടെ. അയ്യോ ഞാൻ ഇടാൻ ഡ്രൈക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ, കൊരങ്ങാ, കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? പ്ലീസ്. അവൾ ഉറങ്ങി. വല്ലതും കഴിക്കണ്ടേ? നല്ല എരി. വാ ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോഴി ഉണ്ടെന്ന്. ഈ കൊരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസിയാണ്. ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെയ്ത് കീറും. എന്നെ വിടറാ. അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവം നീ ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അതും തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്. ഇറങ്ങാൻ ഇറങ്ങണേ. അയ്യോ വിളിച്ചോണ്ട് പോടാ. ഈ മറക്കണത്തിന് പോടി.